പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. സ്നേഹമായി കാരുണ്യമായി നമ്മുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ കർത്താവിൻ്റെ കാരുണ്യം ധാരാളമായി മനുഷ്യവംശത്തിൻ്റെ മേൽ ചൊരിഞ്ഞ സമയം, തിന്മയുടെ മേൽ നന്മ വിജയം വരിച്ച സമയം, കർത്താവ് ഈ നിമിഷം എൻ്റെ കൂടെയായിരുന്നു കൊണ്ട് എൻ്റെ കാരുണ്യത്തിന് വേണ്ടി ഞങ്ങൾ യാചിക്കുന്നു. കാൽവരിയിൽ ഇത് ഞങ്ങൾക്ക് വേണ്ടി അർപ്പിച്ച ബലിയിൽ, ആ ബലിയുടെ യോഗ്യതയാൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ വലിയ കരുണയെ ഞങ്ങൾ അനുസ്മരിക്കുന്നു. കർത്താവേ, ആ കൃപയുടെ അനുഭവം, കരുണയുടെ അനുഭവം ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളുടെ ആവശ്യങ്ങളും ഞങ്ങളുടെ നാടിൻ്റെ ആവശ്യങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. സങ്കീർത്തനം 13-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ തിരുവചനം പറയുന്നു, ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും. ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം അവിടുത്തെ രക്ഷയിൽ ആനന്ദം കൊള്ളും. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് വചനം പഠിപ്പിക്കുക. ചരിത്രത്തിൻ്റെ താളുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ദൈവം ഓരോ കാലഘട്ടത്തിലും കർത്താവിൻ്റെ കാരുണ്യത്തിൽ ആശ്രയം വയ്ക്കുവാനും അതിൽ അഭയം പ്രാപിക്കുവാനും മനുഷ്യവംശത്തെ പ്രേരിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു വലിയ കാര്യം ജനത്തെ പഠിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. പക്ഷെ മനുഷ്യൻ്റെ ആ ഒരു വലിയ സ്വഭാവം ഇത് മനസ്സിലാക്കാതെ, ഇത്രമാത്രം സ്നേഹവും കാരുണ്യവും ഒക്കെ മനസ്സിലാക്കാതെ ദൈവത്തിൽ നിന്ന് അകന്ന് സ്വാർത്ഥമായ താല്പര്യങ്ങളിൽ ജീവിക്കുക എന്നുള്ളതാണ്. അവിടെയൊക്കെ ദൈവം പരിശ്രമിക്കുക ദൈവം എത്രമാത്രം കാരുണ്യവാനാണ് എന്ന് തെളിയിക്കുവാനാണ്. ഈ ഒരു വലിയ ദൈവത്തിൻ്റെ കാരുണ്യ മനുഷ്യവംശത്തെ വെളിപ്പെടുത്തുവാനായി ഓരോ കാലഘട്ടത്തിലും ദൈവം ഓരോ വ്യക്തികളെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഇന്ന് തിരുസഭയിൽ വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണയുടെ ഒരു വലിയ സുവിശേഷം തൻ്റെ ജനത്തെ പഠിപ്പിച്ച് ഒത്തിരിയേറെ ആളുകളെ കർത്താവിൻ്റെ വലിയ കാരുണ്യത്തിലേക്കും ക്രൈസ്തവ വിശ്വാസ മൂല്യങ്ങളിലേക്കും തിരിച്ചു കൊണ്ടുവന്നൊരു വിശുദ്ധനാണ് വിശുദ്ധ അൽഫോൻസ് ലിഗോരി. ഫ്രാൻസിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ 18-ാം നൂറ്റാണ്ടിലൊക്കെ ഏറ്റവും കൂടുതൽ നടമാടിയിരുന്ന ഒരു പാഷണ്ഡതയായിരുന്നു ജാൻസനിസം എന്നുള്ള പാഷണ്ഡത. ഒത്തിരിയേറെ പാഷണ്ഡതകൾ വന്നിട്ടുണ്ട്. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട ഒരു പാഷണ്ഡതയായിരുന്നു ജാൻസനിസം. ഈ ഒരു ജാൻസനിസത്തിലൂടെ അവർ പറഞ്ഞത്, ദൈവം അനാദി മുതലേ കുറേ ആളുകളെ തൻ്റെ കൂടെ വസിക്കുവാൻ, സ്വർഗത്തിലെത്തുവാനായിട്ട് അല്ലെങ്കിൽ രക്ഷ പ്രാപിക്കുവാനായിട്ട് തീരുമാനിച്ചുറച്ചു വച്ചിട്ടുണ്ട്. അവരെ ദൈവം സ്വർഗത്തിലേക്ക് എടുക്കും. വീണ്ടും അതിലൂടെ അവർ പറഞ്ഞു വെച്ചൊരു കാര്യം, ഇനിയും ആർക്കെങ്കിലും ദൈവം തീരുമാനിക്കുകയാണ് കുറച്ച് ആൾക്കാരുടെ സ്വർഗത്തിലേക്ക് വേണം എന്നുണ്ടെങ്കിൽ കഠിനമായ തപസ്, കഠിനമായ പ്രായശ്ചിത്ത പ്രവർത്തികൾ, കഠിനമായ ശാരീരിക പീഡനങ്ങൾ അതൊക്കെ ഏൽക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ, ദൈവം അവരിൽ സംപ്രീതനായി കഴിഞ്ഞാൽ ദൈവം അവരെ സ്വർഗത്തിലേക്ക് കയറ്റും. ഈ ഒരു വലിയ കാര്യമായിരുന്നു ജാൻസനിസം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ ഒരു ചിന്ത ഒത്തിരിയേറെ ആളുകളുടെ തലയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ അവർ അതിൽ നിന്ന് മാറി അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഇമ്മോറൽ ലൈഫ്, അതെങ്കിൽ അവിശുദ്ധമായ കൂട്ടുകെട്ടുകളിലൂടെയൊക്കെ ജീവിച്ചത് തൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിച്ചു. അവിടെയൊക്കെ അവരെ
ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുവാനും ദൈവത്തിൻ്റെ കരുണയുടെ ആ ഒരു വലിയ മൂല്യം പറഞ്ഞു കൊടുക്കുവാനും ഒക്കെ ഒത്തിരിയേറെ പരിശ്രമിച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധ അൽഫോൻസുസ് ലിഗോരി. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം മുഴുവനും അദ്ദേഹം ചെലവഴിക്കുന്നത് ക്രിസ്തുവിലേക്ക് തൻ്റെ ജനത്തെ അടുപ്പിക്കാനാണ്. ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിലൂടെ ലോകത്തിന് ലഭിച്ച കരുണയിൽ ആശ്രമിക്കാം. ദൈവം ഇത്രമാത്രം മനുഷ്യവംശത്തോട് കരുണ കാണിക്കുന്നതിൻ്റെ പിന്നിൽ ഏറ്റവും വലിയ രഹസ്യം എല്ലാവരും രക്ഷ പ്രാപിക്കണം, ആരും നശിച്ചു പോകാൻ പാടില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ്, ദൈവത്തിൻ്റെ മനസ്സാണത്. ഇത് വചനത്തിലുടനീളം നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത്, ആരും നശിച്ചു പോകാതിരിക്കാൻ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്രകാരം ദൈവത്തിൻ്റെ കരുണ മനസ്സിലാക്കി തരുവാനായിട്ട് ഒത്തിരിയേറെ പറഞ്ഞ് പരിശ്രമിച്ചു. അതുപോലെ തന്നെ കൂദാശകളിലൂടെ കർത്താവിൻ്റെ കാരുണ്യം അനുഭവിച്ചറിയുവാനായിട്ട് പ്രേരിപ്പിച്ചൊരു വ്യക്തി. കൂടെ കുംഭസാരം എന്ന കൂദാശ സ്വീകരിക്കുവാൻ, കൂടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിക്കുക, അതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ വിശുദ്ധിയോടുകൂടെ കർത്താവിൻ്റെ കാരുണ്യം അനുഭവിക്കുന്ന സമയമാണ്. അദ്ദേഹം പഠിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു പ്രബോധനം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷമുള്ള സമയമാണ് കർത്താവിൻ്റെ കാരുണ്യം ശക്തമായി നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകുന്ന സമയം. അത്രമാത്രം ഒരുക്കത്തോടെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. അപ്പോൾ കർത്താവിൻ്റെ കാരുണ്യം അളവറ്റ ഒരു നദിയായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകുന്നതായിട്ട് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ ബോധ്യം നമുക്ക് ഇന്ന് ഏറ്റെടുക്കുവാനായിട്ട് പരിശ്രമിക്കാം. ഈ ഒരു വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമുക്ക് അപ്രകാരം ഒരു വലിയ ആഴമായ ബോധ്യത്തിലേക്ക് വളരാനായിട്ട് പരിശ്രമിക്കും. പലപ്പോഴും തെറ്റായ ചിന്തകളും പ്രബോധനങ്ങളുമൊക്കെ നമ്മളെ വഴിതെറ്റിക്കുന്ന കാലഘട്ടമാണ്. അവിടെ കത്തോലിക്കാ സഭയുടെ യഥാർത്ഥ പ്രബോധനങ്ങളും ക്രിസ്തു പറഞ്ഞു വെച്ച മൂല്യങ്ങൾ, പഠിപ്പിച്ചു തന്ന ആ ഒരു വലിയ മൂല്യങ്ങൾ, പുണ്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു വലിയ സവിശേഷതകൾ നമ്മുടെ സ്വന്തമാക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ കരുണയുടെ ആ ഒരു വലിയ മൂല്യം അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധ ഈ ഒരു ആരാധനയുടെ സമയത്ത് പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോയെ നമ്മൾ ആരാധിച്ചുകൊണ്ട് കർത്താവെ, ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവെ, ഞാൻ അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും. കർത്താവ് തരുന്ന രക്ഷയിൽ നമ്മൾ പങ്കുചേരണമെങ്കിൽ നമ്മൾ വിശ്വസിക്കേണ്ടത് കർത്താവിൻ്റെ കാരുണ്യത്തിലാണ്. അതേ സമയത്ത് അതിൻ്റെ മറുവശം എന്ന പോലെ മറ്റൊരു എക്സ്ട്രീം സൈഡ് കൂടെ പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് കർത്താവ് കരുണ കാണിക്കും, അതുകൊണ്ട് എനിക്കെന്തും ചെയ്യാം, അല്ലെങ്കിൽ പാപം ചെയ്ത് ജീവിച്ചാലും കർത്താവ് എന്നോട് ക്ഷമിക്കും എന്നൊരു മനോഭാവത്തോടെ ജീവിക്കുന്ന മറ്റൊരു വശത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. തെറ്റായ പ്രബോധനങ്ങളിലും തെറ്റായ ചിന്തകളിലുമൊക്കെ വീണു പോകാതെ യഥാർത്ഥ അറിവ് സമ്പാദിച്ചുകൊണ്ട് കർത്താവിനെ അറിയുവാനും കർത്താവിൻ്റെ വലിയ കാരുണ്യം അനുസ്മരിക്കുവാനും നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ പ്രത്യാശഭരിതമാകും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ ബോധ്യം നമുക്ക് ലഭിക്കുവാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും തെറ്റായിട്ടുള്ള പ്രബോധനങ്ങളുള്ള നമ്മുടെ ആഴമായ വിശ്വാസമൊക്കെ മാറ്റി യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസത്തിൽ നിലനിൽക്കുവാനായിട്ടും കൂദാശകളിലെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് കർത്താവിൻ്റെ കാരുണ്യം അനുഭവിച്ചറിയുന്ന ചാലകങ്ങളായി ഓരോ കൂദാശ സ്വീകരണം മാറട്ടെ എന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനം പറയുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ, നിൻ്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും, ശത്രുക്കളുടെ ദേശത്ത് നിന്ന് അവർ തിരികെ വരും. കർത്താവ് അരുളി ചെയ്യുന്നു, നിൻ്റെ ഭാവി പ്രത്യാശഭരിതമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങൾ പ്രത്യാശഭരിതമാകുന്നതും സന്തോഷപൂർണ്ണമാകുന്നതും നമ്മൾ ദൈവത്തിൽ ആശ്രയം വയ്ക്കാൻ തുടങ്ങുമ്പോഴാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കരുണയുടെ ആ ഒരു വലിയ മുഖം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണമെന്ന് ഈശോ ഇത്രമാത്രം ആവശ്യപ്പെടുന്നത്.
വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ ഈശോ വെളിപ്പെടുത്തിയ ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാവരും കർത്താവിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ അവരുടെ ജീവിതങ്ങൾ രക്ഷയുടെ പാതയിലാണ് എന്നുള്ളത്. നമ്മുടെയൊക്കെ പാപങ്ങൾ വലിയ അത്രമാത്രം വലിയ കഠിനമായ പാപങ്ങളാണെങ്കിലും ദൈവത്തിൻ്റെ കാരുണ്യം അതിനേക്കാൾ വലുതാണ് എന്നുള്ള കാര്യമാണ് ഈശോ വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ അഭയം പ്രാപിക്കുമ്പോൾ അവിടെ നമ്മുടെ ജീവിതങ്ങളും സന്തോഷപൂർണ്ണവും ആനന്ദപൂർണ്ണവുമാകും. നമുക്കും കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നാടിനെ പ്രത്യേകമായി സമർപ്പിക്കാം. പലവിധ കാലാവസ്ഥ കെടുതികൾ മൂലം, ദുരന്തങ്ങൾ മൂലം ഒത്തിരിയേറെ ആളുകൾ കഷ്ടപ്പെടുന്നു, വേദനിക്കുന്നു, വിറങ്ങലിച്ച് നിൽക്കുന്ന നമ്മുടെ നാട്. ഈ നാടിനെ പൂർണ്ണമായും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ജീവിതത്തിൽ ഇത്രയും നാളും അധ്വാനിച്ചതൊക്കെ ഒരു നെടിയ സമയം കൊണ്ട് മൊത്തം നഷ്ടപ്പെട്ടു പോയപ്പോൾ ജീവൻ പോലും നഷ്ടപ്പെട്ടവരുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുണ്ട്. എല്ലാവരെയും കർത്താവേ നിൻ്റെ കരുണയാൽ അനുഗ്രഹിക്കണമേ, നിൻ്റെ വലിയ സ്വാതന്ത്ര്യത്താൽ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന അവസരമാണ്. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കും. നമ്മുടെ ആത്മീയ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. പാപത്തിൻ്റെ ചായ്വ് മൂലം കർത്താവിൻ്റെ വലിയ സ്നേഹത്തിൽ നിന്ന്, കർത്താവിൻ്റെ പ്രബോധനങ്ങളിൽ നിന്ന്, കർത്താവ് പഠിപ്പിച്ച വലിയ മൂല്യങ്ങളിൽ നിന്നൊക്കെ വഴുതി മാറിപ്പോയിട്ടുണ്ടെങ്കിൽ കർത്താവെ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആഴമായ വിശ്വാസത്തോടെ കർത്താവിൻ്റെ കാരുണ്യത്തെ ആശ്രയിക്കുന്നതിന് പകരമായി സ്വന്തം കഴിവിലും നമ്മുടെയൊക്കെ സ്വാധീനത്തിലും സമ്പത്തിലും കഴിവിലുമൊക്കെ നമ്മൾ ആശ്രയം വെച്ചിട്ടുണ്ടെങ്കിൽ കർത്താവെ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവെ ഞങ്ങളുടെ കുടുംബ ജീവിതത്തെയും ജീവിത പങ്കാളിയെയും മക്കളെയും മാതാപിതാക്കളെയും എല്ലാം കർത്താവെ നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവെ എല്ലാവരും നിൻ്റെ കരുണയ്ക്ക് അർഹരാണ്. ഒത്തിരിയേറെ പാപങ്ങളുടെ ആ ഒരു ഭാരം ചുമക്കുന്നവരാണെങ്കിലും കർത്താവെ നിൻ്റെ കരുണയാണ് ഞങ്ങളെ ശുദ്ധീകരിക്കുന്നത്, നിൻ്റെ കരുണയാണ് ഞങ്ങളെ വീണ്ടെടുക്കുന്നത്. ആ ഒരു വലിയ ബോധ്യത്തോടെ കർത്താവ് നിൻ്റെ മുമ്പിൽ ഞങ്ങളായിരിക്കുന്നു. കർത്താവെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കർത്താവ് നിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്ന ഓരോ മക്കളെയും നിൻ്റെ മുമ്പിൽ സമർപ്പിക്കും. ഓൺലൈനിലൂടെ ഈ ആരാധനയിൽ പങ്കെടുത്ത് കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ നിയോഗങ്ങളെയും ഞങ്ങൾ പ്രത്യേകം സമർപ്പിക്കുന്നു. കർത്താവ് നിൻ്റെ കൂടെ ആയിരുന്നു കൊണ്ട് നിൻ്റെ വചനം കേൾക്കുവാനും ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനും നവീകരിക്കുവാനും കൃപ നൽകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ നാടിനെ സമർപ്പിക്കുന്നു. ഒത്തിരിയേറെ കഷ്ടതകളിലെ ദുരന്തങ്ങളിലൂടെയൊക്കെ ഞങ്ങളുടെ നാട് കടന്നു പോകുമ്പോൾ ആ ദുരന്തത്തിൻ്റെ മുമ്പിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒത്തിരിയേറെ ആളുകൾ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ നൊമ്പരങ്ങളെല്ലാം ഞങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടു പോയവരാണ്, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുണ്ട്, ഇത്രയും നാളും അധ്വാനിച്ചതും മുഴുവൻ ഒറ്റ നിമിഷം കൊണ്ട് പോയവരുണ്ട്, ജീവൻ കിട്ടിയവരുണ്ട്, ജീവൻ കിട്ടാത്തവരുണ്ട്. ഇത് രക്ഷാപ്രവർത്തനത്തിൽ ഒത്തിരിയേറെ കഷ്ടതകൾ അനുഭവിച്ചും സ്വജീവൻ പോലും പണയപ്പെടുത്തി മറ്റുള്ളവരെ രക്ഷിക്കാനായി കടന്നു വന്നിരിക്കുന്ന രക്ഷാപ്രവർത്തകരുണ്ട്, ആരോഗ്യപ്രവർത്തകരുണ്ട്, സൈന്യത്തിൻ്റെ ആവശ്യങ്ങളുണ്ട്. എല്ലാവരെയും കർത്താവ് സമർപ്പിക്കുന്നു. കർത്താവ് ധീരതയോടെ നിൻ്റെ നാടിനെ വീണ്ടെടുക്കുവാനായിട്ടുള്ള വലിയ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് കർത്താവെ നിൻ്റെ വലിയ കാരുണ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങൾ നിൻ്റെ കരുണയിൽ പൂർണ്ണമായും ആശ്രയം വെക്കുന്നു, ഞങ്ങൾ നിന്നിൽ അഭയം പ്രാപിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.